കോട്ടയം എം പി തോമസ് ചാഴിക്കാടനെ നവകേരള വേദിയിൽ അപമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരള കോൺഗ്രസ് മാണി വിഭാഗങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിക്ക് പേടിപ്പിക്കാം, ഉപദേശിക്കാം, പക്ഷെ അതെല്ലാം CPM നേതാക്കളോടും അണികളോടും മാത്രം മതിയെന്ന രീതിയിലാണ് മാണി ഗ്രൂപ്പിന്റെ പ്രതികരണം വരുന്നത്. കോട്ടയം MP ആയ തോമസ് ചാഴിക്കാടനെ നവകേരള സദസ്സിലെ വേദിയിൽ അപമാനിച്ചത് പാർട്ടി അണികൾക്ക് തീരെ പിടിച്ചിട്ടില്ല എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത്. ചാഴിക്കാടനെ പോലൊരു മുതിർന്ന നേതാവിനെ ഒന്നും അറിയാത്തവനാക്കി മാറ്റിയെന്നതാണ് പൊതുവികാരം വന്നത്. അതിനിടെ ജോസ് കെ മാണിയുടേതായി ദീപികയിലെ ഒരു ലേഖനം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ചിന്നക്കനാലിൽ ഗൂഢാലോചന എന്ന് ജോസ് കെ മാണി ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഉദ്യോഗസ്ഥ മാഫിയയാണ് ലേഖനത്തിൽ വിമർശിക്കുന്നത്. എന്നാൽ ചിന്നക്കനാൽ വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയും വരികൾക്കിടയിലൂടെ ജോസ് കെ മാണി വിമർശിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്നും UDF ഉയർത്തുന്ന വെല്ലുവിളി മറികടന്ന് ജോസിനും കൂട്ടർക്കും വിജയിക്കണമെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ അടക്കം പിന്തുണ ആവശ്യമാണ്. LDF-നൊപ്പം നിന്ന് സമയത്ത് പാലക്കാട് നൽകിയ തിരിച്ചടി ജോസ് കെ മാണി മറക്കാൻ സാധ്യതയുമില്ല. അതുകൊണ്ടുകൂടിയാണ് വിമർശനാത്മക സമീപനം ജോസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നവകേരള സദസ്സിനെ പരാതി പരിഹാര പരിപാടിയായി ഉയർത്തിക്കാട്ടിയ തോമസ് ചാഴിക്കാടന് ഒന്നും അറിയില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രി വിമർശിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി അടക്കം ചർച്ചകളിൽ എത്തുമ്പോഴാണ് വിവാദങ്ങളിൽ നിന്നും പരമാവധി അകലം പാലിക്കുന്ന ജോസ് കെ മാണി കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. ഇടതുപക്ഷവുമായുള്ള കേരള കോൺഗ്രസ് ബന്ധത്തിന് ഇപ്പോഴും ഉലച്ചിലൊന്നുമില്ല. എന്നാൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് നഷ്ടമാക്കുന്ന തരത്തിൽ തോമസ് ചാഴിക്കാടിനെതിരായ കളിയാക്കൽ മാറുമോ എന്ന ആശങ്ക ജോസ് കെ മാണിക്കുണ്ട്. കോട്ടയത്തെ കരുത്ത് കേരള കോൺഗ്രസിന് ചോരാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വഴിവെക്കുമെന്ന ആശങ്കയും പാർട്ടിയിലും ശക്തമായിരിക്കുമ്പോഴാണ് ചിന്നക്കനാൽ വഴി ജോസ് കെ മാണി ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ ഭൂമിയും കൃഷിഭൂമിയും ഉൾപ്പെടുന്ന മേഖല ഉൾപ്പെടുത്തി ഇതുവരെ നിലവിലില്ലാത്ത പുതിയൊരു റിസർവ് വനം സൃഷ്ടിച്ചെടുക്കുന്നതിനായി കരട് വിജ്ഞാപനം ഇറങ്ങിയത് പരിശോധിച്ചാൽ ചില യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു വരുമെന്നതാണ് വിമർശനം. ചിന്നക്കനാൽ റിസർവ് വനം സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുകളും വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥല ഗൂഢാലോചനകളും സാമ്പത്തിക കൈമാറ്റങ്ങളും നടന്നിട്ടുണ്ടെന്ന ആക്ഷേപം പശ്ചിമഘട്ട താഴ്വരയിൽ താമസിക്കുന്ന കർഷകരും കർഷക സംഘടനകളും ഉയർത്തുന്നുണ്ട്. അവരുടെ ആശങ്കകൾ പരിഹരിച്ചേ മതിയാകൂവെന്നതാണ് ജോസ് കെ മാണി പറയുന്നത്. കത്തോലിക്ക സഭയുടെ പത്രമാണ് ദീപിക. ഇടത് സർക്കാരിനെതിരെ പല വിഷയത്തിലും ദീപിക എഡിറ്റോറിയൽ അടക്കം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പത്രത്തിലൂടെയാണ് ജോസ് കെ മാണിയും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത്. ഇതും രാഷ്ട്രീയ കൗതുകങ്ങൾക്കും ചർച്ചകൾക്കും വേണ്ടിയാക്കുന്നുണ്ട്. ചിന്നക്കനാൽ റിസർവ് വനം കരട് വിജ്ഞാപനത്തിലെ ഗൂഢാലോചന എന്ന തലക്കെട്ടിൽ വന്ന ലേഖനം സർക്കാർ സംവിധാനങ്ങളെ പരോക്ഷമായി വിമർശിക്കുന്നുമുണ്ട്.